മലയോരത്തു കൂടി അൻവർ വഴി വെട്ടി നോക്കുകയാണ്. വഴി തെളിഞ്ഞോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴേ പറയാൻ കഴിയുകയുള്ളൂ. കാരണം നിലമ്പൂരിൽ പ്രോമിസ് ചെയ്തിരിക്കുന്ന 30,000 എന്ന ഭൂരിപക്ഷം അത് കുറച്ച് ഓവറല്ലേ അൻവറെ എന്ന് തിരിച്ചു ചോദിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും അൻവർ മത്സരിച്ചപ്പോൾ കിട്ടിയത് എത്രയാണ്? അത് ഇടതുപക്ഷത്തിന്റെ കൂടി ബാക്കപ്പോട് കൂടി അൻവർ മത്സരിക്കുമ്പോഴാണ്. അതാണ് അത് ഇടതുപക്ഷത്തിന്റെ കൃത്യമായ ബാക്കപ്പോട് കൂടിയുള്ള അൻവറാണ് നിലമ്പൂരിൽ ആ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയതും രണ്ടാം വട്ടവും നിയമസഭയിലേക്ക് പോയതും. അപ്പോൾ അൻവർ മൈനസ് ഇടതുപക്ഷം എന്ന് വരുന്ന ഒരു ഫോർമുലയിലേക്കാണ് UDF എൻ്റർ ചെയ്യുന്നത്. അവിടെ ഏത് സ്ഥാനാർത്ഥിയായാലും അൻവറിന് അവിടെ ഒരു പോരാളിയുടെ റോളല്ല, ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ്റെ റോളാണ് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഒരു രക്തസാക്ഷി പരിവേഷം അൻവറിനുണ്ട് എന്നതാണ് UDFന് കുറച്ചെങ്കിലും ആശ്വാസം തരേണ്ട കാര്യം. പക്ഷേ തിരിച്ചാണെങ്കിലോ അവിടെ LDF ആണ് വിജയിക്കുന്നതെങ്കിൽ പിന്നെ അൻവർ എന്താകും? അതുകൊണ്ട് അൻവറിന് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വഴിവെട്ടി വണ്ടി കയറ്റിക്കൊണ്ട് വാ എന്നാരും പറയുന്നതിന് മുൻപ് അൻവർ തന്നെ ആ വഴിയങ്ങ് വെട്ടി അകത്തേക്ക് കയറാൻ ശ്രമിച്ചത്. ചൊവ്വാഴ്ച VD സതീശനുമായുള്ള കൂടിക്കാഴ്ചയും. കാരണം ഇന്ന് ഇത് നടന്നില്ല എങ്കിൽ വീണ്ടും നീണ്ടുപോകും. പിന്നീട് അൻവറിനൊരു ചോയ്സ് ഇല്ല. നമുക്ക് കൃത്യമായി ചില വേദികളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ കൃത്യം ആ ദിവസം തന്നെ അത് സംഭവിക്കണം. ഇപ്പോൾ ഇന്ന് ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ അത് അൻവറിൻ്റെ മണ്ഡലത്തിൽ കൂടി പോകുമ്പോഴാണ് അൻവറിന് എൻ്റെ ശക്തി ഇത്രമാത്രമാണ്, എൻ്റെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി ഇത്രമാത്രമാണ് എന്നൊക്കെ അൻവറിന് ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം വേണമല്ലോ. ആ പ്ലാറ്റ്ഫോം കൃത്യമായി ഇന്ന് അൻവർ ഉപയോഗിച്ചു. കാരണം അൻവർ വളരെ സൂത്രശാലിയായ ഒരു നേതാവ് കൂടിയാണ്. കൃത്യമായി ആ പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ചു. പ്രത്യേകിച്ചും VD സതീശൻ ഒന്ന് തളർന്നു നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് അൻവർ കൈ കൊടുക്കാനായി അങ്ങോട്ട് ചെല്ലുന്നത്. കാരണം എൻ്റെ കൂടെ ആരും എൻ്റെ യാത്രയ്ക്ക് അത്രയ്ക്ക് സ്വീകാര്യത കിട്ടുന്നില്ല, ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ എന്നൊക്കെയുള്ള ഒരു വിഷമം VD സതീശൻ ഉണ്ടായിരുന്നെങ്കിൽ അത് അൻവർ ഇന്ന് വന്നതോടുകൂടി, ആൾക്കൂട്ടം വന്നതോടുകൂടി കുറച്ചെങ്കിലും മാറിയിട്ടുണ്ടാകും. നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ മലയോര സമര യാത്ര പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കണ്ണൂരിൽ നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു യാത്രയായിരിക്കും. എല്ലായിടങ്ങളിലും വലിയ രീതിയിൽ, അതായത് ഈ നവകേരള സദസ്സൊക്കെ സംഘടിപ്പിച്ചതുപോലെ മലയോരങ്ങളിൽ വലിയ സ്വീകാര്യതയോടുകൂടി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അത്രയേറെ മാധ്യമ പങ്കാളിത്തത്തോടെ കൃത്യമായ ഒരു PR ഒക്കെ ഉണ്ടാകും. നവകേരള സദസ്സിന് നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു ഡിസ്പ്ലേ ഒക്കെ എല്ലായിടങ്ങളിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത്രയൊന്നും ശ്രദ്ധ കിട്ടില്ല. ഒരുപക്ഷെ മറ്റു വാർത്തകളൊക്കെ വന്നു പോയത് കൊണ്ടാകാം, അല്ലെങ്കിൽ UDFിൽ നിന്നോ ഒന്നും അത്രയ്ക്കൊരു പ്രാധാന്യം അതിന് കൊടുക്കാത്തത് കൊണ്ടാകാം. എന്തായാലും ലീഗ് അടക്കം വലിയ രീതിയിൽ ഈ യാത്രയെ അത്രയ്ക്ക് അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചു എന്ന് തോന്നുന്നില്ല. കാരണം പങ്കാളിത്തം, ആൾക്കൂട്ടം അതൊക്കെ കൂടി നമ്മൾ കണക്കിലെടുക്കണമല്ലോ. പ്രത്യേകിച്ചും രാധയുടെ കടുവ ആക്രമണത്തിൽ രാധയുടെ മരണം സംഭവിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ യാത്ര. എന്ന് വെച്ചാൽ നേരത്തെ നടന്ന സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ളൊരു യാത്രയല്ല. പ്രഖ്യാപിച്ചത് ഈ വന ഭേദഗതി നിയമത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ നിയമത്തെ എതിർത്തുകൊണ്ടാണെങ്കിലും അത് സർക്കാർ പിൻവലിച്ചതുകൂടി പ്രഖ്യാപിച്ച സമരം എന്ത് ചെയ്യും എന്ന് കരുതിയിരിക്കുകയായിരുന്നു UDF. അപ്പോഴാണ് രാധയെ കടുവയെ ആക്രമിക്കുന്നതും വിഷയം മാറ്റാനായിട്ടുള്ള കൃത്യമായി മറ്റൊരു വിഷയത്തിലേക്ക് അത് ഫിക്സ് ചെയ്യാനുമായിട്ടുള്ളൊരു അവസരം UDFന് കിട്ടുന്നു. അപ്പോൾ നിശ്ചയിച്ച പോലെ തന്നെ യാത്ര നടത്തുന്നു. പക്ഷേ മറ്റേ വിഷയത്തിൽ നടത്തുന്നത് പോലെയുള്ള ഒരു ആക്രമണം സർക്കാരിനെതിരെ നടത്താൻ ഈ വിഷയത്തിൽ കഴിയില്ല. അതിൻ്റെ മുനയൊടിച്ചത് K. സുധാകരൻ തന്നെയാണ്. കൂടെ നിന്ന് തന്നെ കാലുവാരി. നമ്മൾ ഭരിക്കുമ്പോഴും UDF ഭരിക്കുമ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു. എന്ത് ചെയ്യാനാണ്? അന്നും കടുവയുണ്ടായിരുന്നു, ഇന്നും കടുവയുണ്ട്. ഇപ്പോൾ ശരിക്കും കണക്കെടുത്ത് നടന്നില്ല എന്ന് പറയുന്നു. അന്നത്തെ കാലത്തുണ്ടായ ദുരന്തം തന്നെ ഇപ്പോഴും ഉള്ളത്. അതെ. അപ്പോൾ അന്ന് ഞാനെങ്കിൽ ഇന്ന് AK ശശീന്ദ്രൻ. അപ്പോൾ സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ അതങ്ങ് കുറ്റസമ്മതം നടത്തി, കുറ്റം ഏറ്റു പറഞ്ഞ് K. സുധാകരൻ നിന്നതോടെ VD സതീശൻ ഉണ്ടായിരുന്ന വീര്യം കൂടി ചോർന്നുപോയി എന്നുള്ളതാണ് ആ യാത്രയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടത്. പിന്നെ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഉദ്ഘാടനത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധി എത്തിയപ്പോഴും ജാഥയ്ക്ക് ഒരു അനക്കം വെച്ചിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ശോഷിച്ച് വരുന്നതാണ് നമ്മൾ കണ്ടത്. അവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഈ യാത്രയിലേക്ക് വരേണ്ടത്. ഈ മലയോര സമര യാത്രയിൽ പറയട്ടെ, അതായത് പ്രസംഗിക്കാൻ അനുവദിക്കാതെ ലീഗിന്റെ ഒരു ശക്തി കേന്ദ്രങ്ങളിലൂടെ പോകുമ്പോൾ ലീഗിനെ അല്ലേ കൂടെ ചേർത്ത് നിർത്തേണ്ടത്? പ്രത്യേകിച്ചും ആ മലയോര മേഖലയിലൂടെ പോകുമ്പോൾ ലീഗിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാലോ? ഒന്നാമതേ VD സതീശനേക്കാൾ രമേശ് ചെന്നിത്തലയോടാണ് ലീഗിന് താല്പര്യം. അത് VD സതീശന് നന്നായി അറിയുകയും ചെയ്യാം. ആ മഞ്ഞുരുക്കാനായി ഷാഫി വഴി ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അത് വേണ്ടത്ര വിജയം കണ്ടിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയും അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ ഇസ്മയിലിനെ പിണക്കിയത് കൂടി ആയപ്പോഴേക്കും എല്ലാം പൂർത്തിയായി. അതിൻ്റെ ബാക്കി ഇന്ന് PM എ സലാമിനോട് പറഞ്ഞതിലൂടെ, അല്ലെങ്കിൽ PM എ സലാമിൻ്റെ പ്രതികരണത്തിന് കൊടുത്ത മറുപടിയിലൂടെ അടുത്ത ആണി കൂടി അടിച്ചിട്ടുണ്ട്. എന്തായാലും അത് എന്താവും എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ, എന്നിട്ട് ഓരോരുത്തരുടെയും യാത്രയുടെയും തീർത്ഥാടനത്തിൻ്റെയും ഒക്കെ ഫലം എന്താണ് എന്ന് നമുക്കും വിലയിരുത്താം. ഇവിടെ ഈ പനമരം പഞ്ചായത്തിൽ ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ അതൊരു PV അൻവർ ഇഫക്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ ചില ഇടങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ, പണ്ടൊക്കെ ഈ രാജാവിനെ കാണാനൊക്കെ ചെല്ലുമ്പോഴേക്കും
ഈ കാഴ്ചദ്രവ്യങ്ങളും അല്ലെങ്കിൽ ഈ മറ്റ് നാലുകെട്ടുകളിലേക്കൊക്കെ ഈ കാഴ്ചക്കുലയുമായി പോകുന്നത്, അതൊക്കെ നമ്മൾ പല പുസ്തകങ്ങളിലും വായിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ്. അതുപോലെ ഇവിടെ ഒരു കാഴ്ചക്കുലയുമായിട്ടാണ് PV അൻവർ കടന്നു വരുന്നത്. പനമരം പഞ്ചായത്തിൽ LDFന്റെ ഭരണസമിതിയെ അട്ടിമറിച്ചുകൊണ്ട് ഭരണം പിടിക്കുന്നു. ലക്ഷ്മി ആലക്കമുറ്റത്തെ പ്രസിഡന്റ് ആക്കിക്കൊണ്ട് ഇതാ എന്റെ കാഴ്ചക്കുല എന്ന് പറഞ്ഞാണ് PV അൻവർ കടന്നു വരുന്നത്. അപ്പോൾ തറവാടും കൂടി പ്രയോഗിച്ചു. അതെ, തറവാട്, അതാ ഞാൻ പറഞ്ഞത്, നാലുകെട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ്. തറവാട്ടിലേക്ക് കാഴ്ചക്കുലയുമായി കടന്നു വരുന്ന PV അൻവറിനോട് കടന്നു പോടാ എന്ന് പറയാൻ പറ്റില്ലല്ലോ, കടന്നു വരൂ എന്നേ പറയാൻ പറ്റൂ. ആ രീതിയിലുള്ള ഒരു സ്വീകരണം PK കുഞ്ഞാലിക്കുട്ടിയുടെയും VD സതീശന്റെയും നടുക്ക് നിൽക്കുന്ന അൻവർ, അതൊരു വാർത്താ ദൃശ്യം മാത്രമല്ല, അതൊരു രാഷ്ട്രീയ ദൃശ്യം കൂടിയായി മാറുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് പോത്തുകല്ലിലെ പരിപാടി സംഘടിപ്പിച്ചത്. അതുകൂടി നമ്മൾ ചേർത്ത് വയ്ക്കണം. മുസ്ലിം ലീഗിന് അൻവറിനോട് പഥ്യമുണ്ട്, VD സതീശനേക്കാൾ താല്പര്യം അൻവറിനോടുണ്ട് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ അൻവറിനെ ഈ പോത്തുകല്ലിൽ സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഈ PMS സലാമുണ്ട്. ഇന്ന് VD സതീശൻ എതിർത്ത് പറഞ്ഞ ആ PMS സലാമും ഉണ്ട്, PK കുഞ്ഞാലിക്കുട്ടിയുമുണ്ട്, മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുമുണ്ട്. ഇവരെല്ലാമുള്ള പോത്തുകല്ലിലെ പരിപാടിയിൽ അൻവർ കടന്നു വരുന്നത് അത് യാദൃശ്ചികമായി ഞാൻ കരുതുന്നില്ല. UDFിലേക്കുള്ള തൃണമൂലിന്റെയും അൻവറിന്റെയും എൻട്രിക്കൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ലീഗ് തന്നെയായിരിക്കും. മാനന്തവാടിയിൽ VD സതീശനെ പോയി അൻവർ കണ്ടപ്പോൾ VD സതീശൻ പൂർണ്ണമായ ഉറപ്പൊന്നും, അല്ലെങ്കിൽ അൻവർ വരട്ടെ, അൻവർ വരുന്നു എന്നൊക്കെ മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കാം, അതൊന്നും VD സതീശൻ ചെയ്തിട്ടില്ല. അൻവർ തന്നെയാണ് പറഞ്ഞത് നാളത്തെ പരിപാടിയിൽ, ഇന്നലെ പറയുന്നു നാളത്തെ പരിപാടിയിൽ, അതായത് ഇന്നത്തെ പരിപാടിയിൽ ഞാൻ ഉണ്ടാകും, മലയോര ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏത് പോരാട്ടത്തിലും ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അൻവർ വോളണ്ടിയർ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. VD സതീശന്റെ ഭാഗത്ത് നിന്ന് വരൂ അൻവറെ എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് പറയുന്നതോ അങ്ങനെയൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ മാനന്തവാടിയിലെ കൂടിക്കാഴ്ചയിൽ ഇവർക്കിടയിൽ ധാരണയായിട്ടുണ്ടാകും. UDFിൽ ചർച്ച ചെയ്യാതെ സതീശൻ ഒറ്റയ്ക്കൊന്നും പ്രഖ്യാപിക്കാൻ കഴിയില്ലല്ലോ. അതെ, അതാണ് പറഞ്ഞത്. പക്ഷേ അൻവർ എന്തായാലും അക്കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് നന്നായി എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ അൻവറിലെ ഒരു സ്ട്രാറ്റജിസ്റ്റിനെ കാണുന്നത്. കാരണം ഇന്നില്ലെങ്കിൽ ഇനിയും ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അൻവർ കൃത്യമായി ഇന്നത്തെ ദിവസം തന്നെ, കാരണം UDFിൽ ചേരാനായിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകം അപേക്ഷയൊക്കെ കൊടുത്തിട്ട് കുറച്ച് ദിവസമായല്ലോ. ആ അപേക്ഷയൊക്കെ വേണമെങ്കിൽ പരിഗണിക്കാവുന്നതേ ഉള്ളൂ. അതിൽ പെട്ടെന്ന് ഫാസ്റ്റ് ട്രാക്ക് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്ന സംവിധാനമൊക്കെ UDFിലുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അത് ഉപയോഗിച്ചിട്ടില്ല, അതിങ്ങനെ വച്ചിരിക്കുകയാണ്, പെൻഡിംഗ് ആണ്. അപ്പോൾ ഈ ആണി അടിക്കാനായി അൻവറിനെ ഇറക്കുമായിരിക്കും. പിണറായി സത്തിന്റെ അവസാന ആണി നിലമ്പൂരിലാണ് എന്ന് പ്രത്യേകിച്ചും അൻവർ പറഞ്ഞ സ്ഥിതിക്ക് ആ ആണി അടിക്കാനായി അൻവറിനെ ഇറക്കുക, അത് തന്നെയായിരിക്കും തീരുമാനം എന്നാണ് ഞാൻ കരുതുന്നത്. വെള്ളാപ്പള്ളിയെക്കുറിച്ച് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വെള്ളാപ്പള്ളി ചോദിച്ച ചോദ്യം കൃത്യമല്ലേ? ഈഴവ DCC പ്രസിഡന്റുമാർ എത്ര പേരുണ്ട്? ഈഴവരായ ജില്ലാ സെക്രട്ടറിമാരടക്കം CPIഎമ്മിലെ പല പദവികളിലും മുഖ്യമന്ത്രി, നമ്മൾ ജാതിയും മതവും പറയുന്നില്ല എങ്കിൽ പോലും എടുത്തു നോക്കിക്കഴിയുമ്പോൾ കൃത്യമായ പ്രാതിനിധ്യം കൊടുക്കുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളത് വെള്ളാപ്പള്ളി പറഞ്ഞതൊരു പോയിന്റായി തന്നെ അവിടെ നിൽക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. എന്തായാലും ആ ഒരു പിൻബലമില്ലാതെ 2026 എന്ന് പറയുന്നത് UDFിനെ നോക്കിയിരിക്കാനേ പറ്റുകയുള്ളൂ. PV അൻവർ വന്നാലും ഈ ഒരു ഫാക്ടർ കൂടി ഒത്തു വന്നാലേ UDFിന് എന്തെങ്കിലും ആശിക്കാൻ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ചും CPIഎമ്മിനും BJPക്കുമായി ഈഴവ വോട്ടുകൾ പോകാനുള്ള സാധ്യത തന്നെയാണ് 2026 നിലവിലെ സാഹചര്യത്തിൽ ഉള്ളത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നിങ്ങളൊക്കെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എന്തായാലും തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സ്വീകരണ പരിപാടിയിൽ എത്ര പേരുണ്ടായിരുന്നു എന്നതുകൂടി നമ്മൾ കണക്കാക്കേണ്ടതാണ്. എടക്കരയിലെ ആ ഒരു പ്രകടനമായൊക്കെ എത്തി അതിനപ്പുറത്തേക്ക് തൃണമൂലിനെ എത്രത്തോളം വളർത്താൻ അൻവറിന് കഴിയും എന്നുള്ളതിലാണ് ഇനി അൻവറിന്റെ ഒരു സ്ട്രാറ്റജി കൃത്യമായി വർക്കൗട്ട് ആകേണ്ടത്. അപ്പോൾ പൊരുതാൻ ഉറച്ചവനാണ്, മലയോരത്ത് കൂടി വഴിവെട്ടി കയറി വരട്ടെ. അതെ, തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാ PV അൻവർ. അതാ പറഞ്ഞേ, വഴിവെട്ടി വരട്ടെ. ഒരു PC അല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു. അൻവർ ആലോചിച്ച് നോക്കിയാൽ മറ്റാരെങ്കിലും തൃണമൂൽ കോൺഗ്രസ് ഒരാളുണ്ടാക്കിയല്ലോ, നമ്മൾ പേര് പോലും കേട്ടിട്ടില്ല. അടുത്ത കാലത്താണ് അദ്ദേഹത്തിന്റെ പേര് പോലും നമ്മൾ അറിഞ്ഞത്. ഇതിനകത്ത് പിന്നെ വെള്ളാപ്പള്ളി പറഞ്ഞതിനകത്തൊരു ഫാക്ച്വലർ റോളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പരിഗണനയുടെ കാര്യത്തിനകത്ത് ഈഴവ സമുദായത്തിന് 4 ജില്ലാ പ്രസിഡന്റുമാർ, ആ സമുദായം പറയല്ല കേട്ടോ, 4 ജില്ലാ പ്രസിഡന്റുമാർ പിന്നെ ഈഴവ സമുദായത്തിൻ്റെയാണ്. 14 ജില്ലകളിൽ 4 ജില്ലകൾ, കോട്ടയം നമ്മുടെ പിന്നെ നാട്ടകം സുരേഷ്, പത്തനംതിട്ട, അതേപോലെ തന്നെ കൊല്ലം, പാലക്കാട് തങ്കപ്പൻ, 4 പേര് ഉണ്ട്. KPCC പ്രസിഡന്റ് വരുന്ന ഏത് സമുദായത്തിൽ നിന്നാണ്? നേരത്തെ KPCC പ്രസിഡന്റ് സുധീരൻ വന്നത് ഏത് സമുദായത്തിൽ നിന്നാണ്? അതിനു മുമ്പുള്ള മുല്ലപ്പള്ളി രാമേന്ദ്രൻ വന്ന ഏത് സമുദായത്തിൽ നിന്നാണ്? അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു ഫാക്ച്വലായിട്ട്, പക്ഷേ ഇപ്പൊ ഇത് കറക്റ്റാണ്, കൂടുതൽ ജില്ലാ സെക്രട്ടറിമാരൊക്കെ വരുന്നത് ആ സമുദായത്തിൽ തന്നെയാണ്. പോലെ ഒരു പരിഗണന കിട്ടുന്നില്ല. CPM കൊടുക്കുന്ന ഒരു പരിഗണന ചിലപ്പോൾ പിന്തുണയല്ല, അത് CPMന്റെ ബേസാണ്. CPMന്റെ പ്രവർത്തകർ ആ സമുദായത്തിന് വരുന്നവരുള്ളൂ. അവരൊന്നും വെള്ളാപ്പള്ളി നടേശന്റെ ആശ്രിതത്വം പറ്റി ജീവിക്കുന്നൊന്നുമല്ല. അവരൊക്കെ CPM ഇപ്പം അത് ഇവിടെ നമ്മൾ തെക്കാണല്ലോ ഈഴവ സമുദായം, തീയ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ വടക്കോട്ട് പോയാൽ കണ്ണൂർ പോയി നോക്കിക്കഴിഞ്ഞാൽ CPMന്റെ കോർ കേഡർ എന്ന് പറയുന്നവരിൽ ഒരു വലിയ വിഭാഗം അവരൊന്നും ഈ വെള്ളാപ്പള്ളി നടേശന്റെ സ്വാധീനത്തിൽ നിൽക്കുന്നവരൊന്നുമല്ല. അല്ല, വെള്ളാപ്പള്ളി SNDP എന്നല്ല, വളരെ ക്ലവറായി ഈഴവ സമുദായം. അല്ല, അങ്ങനെയാണെങ്കിൽ 2000 ഈ PDJS ഉണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ ഇലക്ഷൻ ഉണ്ടല്ലോ, ആ
സമയത്ത് ഈ SNDPയും വെള്ളാപ്പള്ളിയും ഒക്കെ BDS-ന്റെ കൂടെ ആയിരുന്നല്ലോ. എല്ലാ ടീമും BDS-ന്റെ കൂടെയാണ്. എത്ര വോട്ടാണ് കിട്ടിയത്? പിന്നെ വെള്ളാപ്പള്ളിയുടെ പ്രവചനം തെറ്റുന്ന കാര്യം ഉണ്ണിസാർ പറഞ്ഞു. 2 പ്രവചനങ്ങൾ വെള്ളാപ്പള്ളി നടത്തിയിട്ടുണ്ട്. ഒന്ന്, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണം എന്നുള്ള ആഗ്രഹമാണ്. മറ്റൊന്ന്, LDF-ന്റെ 3ാമത്തെ ഭരണം എന്നുള്ളതാണ്. ഇതിൽ ഏതാണ് തെറ്റുക എന്നറിയാൻ നമുക്ക് ഈ 2 തെറ്റിയാലും തെറ്റാ. ഇനി LDF-ന്റെ ഭരണം നഷ്ടപ്പെട്ടാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണം. അതിനുള്ള സാധ്യതയുണ്ടല്ലോ. അത് സാധ്യത എത്രത്തോളം ഇനി UDF ജയിച്ചാൽ അല്ലെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണം. ഇല്ലെങ്കിൽ LDF തോക്കണം ആദ്യം. ആകപ്പാടെ കോംപ്ലിക്കേറ്റഡ്. അല്ല, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയാൽ പ്രവചനം ഒന്ന് തെറ്റും. കാരണം LDF വരത്തില്ല. ഇനി LDF-ൽ ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ ടെൻഷൻ ഉണ്ണിസാറിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അനുഭവിക്കുന്ന VD സതീശനും. എനിക്ക് ടെൻഷൻ ഇല്ല, ഞാൻ ആ വിഷയം ഉന്നയിച്ചിട്ടില്ല. അത് അരുണാണ് വെള്ളാപ്പള്ളിയുടെ ശൈലി എന്ന് പറയുന്നത് VD സതീശന് അടി കൊടുക്കണം. അപ്പൊ ഏറ്റവും നല്ല ആളാരാ? ശത്രുപക്ഷത്തെ അടിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ശൈലി. ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളിയുടെ ഒരു കൗതുകരമായ നിലപാട്. അതായത് VD സതീശൻ മുഖ്യമന്ത്രി ആവില്ല എന്ന് പറയും. അപ്പോൾ ആര് മുഖ്യമന്ത്രി ആകണം? രമേശ് ചെന്നിത്തല ആവണം പറയും. പക്ഷേ അപ്പോൾ UDF ജയിക്കുമെന്ന് ചോദിക്കും. UDF ജയിക്കില്ല, LDF. ശരി, LDF ജയിക്കും. അപ്പോൾ BDS-ന്റെ വോട്ട് ആർക്കാം? അത് NDAയ്ക്ക് ഒപ്പമാണ്. അപ്പൊ ഈ രീതിയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ശരിക്കും ഒരു സോഷ്യലിസ്റ്റ് അല്ലേ? 3 മുന്നണി അദ്ദേഹം അല്ലല്ല, അതൊരു രാഷ്ട്രീയ കൗശലമാണ്. ഭയങ്കര രാഷ്ട്രീയ കൗശലം. ആ രാഷ്ട്രീയ കൗശലം കൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത്. എല്ലാവരും സമദൂരം പറയും, ഇദ്ദേഹം സമദൂരം പറയില്ല. പക്ഷെ ഇങ്ങനെയുള്ള ദൂരം പറയും. ഇനി ഏത് മുന്നണി ജയിച്ചു എന്ന് വിചാരിക്കാം. ഇപ്പൊ UDF ആണ് ജയിക്കുന്നതെന്ന് വിചാരിക്കാം. ടേക്ക് ഇറ്റ് ഫ്രം മീ. 2026 UDF ജയിച്ചു എന്ന് വിചാരിക്കാം. ഈഴവ് വോട്ട് കൊണ്ടാണ് ജയിച്ചത്. ആ നിമിഷം വന്നിട്ട് വൈറ്റ് വരും. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഇനി LDF ജയിച്ചു എന്ന് വിചാരിക്കാം. ഈഴ വോട്ട് കൊണ്ടാണ് LDF ജയിച്ചതെന്നും പറയും. അത് ഈ വെള്ളാപ്പള്ളി എപ്പോഴും എടുത്തിട്ടുള്ള നിലപാടാണ്. അല്ല, ആ വിഭാഗത്തിന്റെ വോട്ടില്ലാതെ ഒരു മുന്നണിക്ക് വരാൻ പറ്റില്ല. കാരണം എന്താ? സ്റ്റാറ്റിസ്റ്റിക്കലി കറക്റ്റ്. പക്ഷെ ആ മുന്നണി വെള്ളാപ്പള്ളി നടേശന്റെ തിട്ടൂരം അനുസരിച്ച് ജീവിക്കുന്ന ഭൂരിപക്ഷ സമുദായമല്ല എന്നുള്ളതാണ് അതിനകത്തെ ഒരു ടേക്ക് എന്ന് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതനുസരിച്ച് ഒരു വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾസിലൂടെ തെളിഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ആകെ ഒരെണ്ണം തെളിഞ്ഞത് ശ്രീശപുരത്ത്. അവിടെ ഈഴവ സമുദായത്തിന്റെ പ്രസൻസ് കുറവാണ് സാർ. സ്വന്തം മകൻ മത്സരിച്ച് എത്ര വോട്ട് കിട്ടി? വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് മത്സരിച്ചു പോകട്ടെ, എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് അറിയാലോ. Meet the editors.